ഒരു റീച്ച് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പം ഞാനായാലും സുജിത് ഭക്തനായാലും സുജിത്തും ഞാനൊക്കെ ഇനീഷ്യൽ ഉണ്ടായിരുന്നു, ഈ ബുൾചെറ്റിൻ്റെ ആണെങ്കിൽ ആരാണെങ്കിലും നമ്മളൊക്കെ ട്രാവൽ ചെയ്ത് കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ട്രാവൽ ബ്ലോഗേഴ്സ് ആവുന്നത്. കാരണം നമുക്ക് അത്ര ഹാർഡ് വർക്ക് ചെയ്യണമായിരുന്നു, എന്നാൽ മാത്രം റീച്ച് കിട്ടുള്ളതാണ്. ഞാൻ ഇന്ത്യ ടു സിംഗപ്പൂർ വരെ ബൈ റോഡ് യാത്ര ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തത്, അത്രയും വലിയ റിസ്ക് എടുത്തിട്ട്. അതിനുശേഷം ആഫ്രിക്കൻ ട്രിപ്പ് അടിച്ചിട്ടും ബൈക്കിൽ ട്രിപ്പ് അടിച്ചിട്ടൊക്കെയാണ്, ഹെവി ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് അടിച്ചിട്ടാണ് ഞാനൊക്കെ റീച്ച് ആക്കിയത്. പക്ഷെ നിലവിൽ അങ്ങനെ അഡ്വഞ്ചറസ് ആയ ആൾക്കാർ ജനങ്ങൾക്ക് വേണ്ട. ജനങ്ങൾക്ക് മെജോറിറ്റി ആവശ്യം കോമാളികളാണ്. ഇപ്പം കേരളത്തിലാണെങ്കിലും ഇപ്പം ഓൺലൈൻ മീഡിയാസ് ആണെങ്കിലും ആരാണെങ്കിലും അവർ പ്രധാനമായിട്ടും അവർ ഫോക്കസ് ചെയ്യുന്ന ആരെയാണ്? കോമാളികളാണ്. കേരളത്തിൽ ഒരുപാട് സോഷ്യൽ മീഡിയ കോമാളികളുണ്ട്. ഇപ്പം നമുക്ക് പല മൂവീസിൻ്റെ റിവ്യൂ ആണെങ്കിൽ എന്താണ് നമുക്കിവരെ കാണാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർക്കറിയാം ജനങ്ങൾക്ക് ഇഷ്ടം ഇവരെയാണ്. മല്ലു ട്രാവലറിൻ്റെ ഇൻ്റർവ്യൂവിന് എത്ര വ്യൂവേഴ്സ് ഉണ്ടാവും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് നിങ്ങൾ ഇതേ ചാനലിൽ ഈ പറയുന്ന വ്യക്തികളുടെ ആരുടെ ഇൻ്റർവ്യൂ ഇട്ടിട്ടുണ്ടാവും, റീച്ച് കൂടും.